സ്വവർഗ അനുരാഗിയായ ബാബർ, ബാബറിന്റെ ലൈംഗിക അടിമയായ ബാബറി. ബാബറി മസ്ജിദിനു പിന്നിലെ ബാബറിന്റെ സ്വവർഗ അനുരാഗ കഥകൾ ഇപ്പോൾ ഇന്റർനെറ്റിൽ നിറയുകയാണ്. രാമക്ഷേത്രം നിലനിൽക്കുന്ന അയോധ്യയിൽ 500 വർഷങ്ങൾക്ക് മുൻപ്, വ്യക്തമായി പറഞ്ഞാൽ AD 1528 മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ബാബർ ചക്രവർത്തിയുടെ കമാൻഡർ മിർബാക്കി ബാബറി മസ്ജിദ് പണിതു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ബാബറി മസ്ജിദിൽ നിന്ന് കിട്ടിയ ശിലാലിഖിതങ്ങൾ ഇതേ കാര്യങ്ങൾ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ കൗമാരക്കാരനായ ബാബറി എന്ന യുവാവിന് വേണ്ടി പണിതതാണ് ബാബറി മസ്ജിദ് എന്ന ഒരു കഥ ബാബറിന്റെ സ്വകാര്യ ജീവിതം പകർത്തിവെച്ച ബാബർനാമയിൽ സൂചിപ്പിക്കുന്നുണ്ട്. കൗമാരക്കാരനായ ആൺകുട്ടികളോട് സ്വവർഗാനുരാഗിയായ ബാബറിന് വലിയ താല്പര്യമായിരുന്നത്രേ. ബാബർ തന്റെ അന്തഃപുരത്തിൽ ചെറുപ്പക്കാരായ യുവാക്കളെ താമസിപ്പിച്ചിരുന്നു എന്നതിനും രേഖകളുണ്ട്. ബാബറിന്റെ ഈ സ്വഭാവ വൈകല്യം കാരണം ഭാര്യ ആയിഷ ബീഗം ബാബറിനെ വിട്ട് പിതാവിന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. കാബൂളിലെ ഉറുദു ബസാറിൽ വെച്ച് ബാബർ ബാബറി എന്ന സുന്ദരനായ കൗമാരക്കാരനെ കണ്ടുമുട്ടി. ബാബറിന്റെ സൈനിക തലവന്റെ ഒരു അകന്ന ബന്ധുവായിരുന്നു ഈ ചെറുപ്പക്കാരൻ. ആദ്യ കാഴ്ചയിൽ തന്നെ ബാബർ ബാബറിൽ അനുരാഗബദ്ധനാവുകയും തന്റെ കൂടെ കൂട്ടുകയും ചെയ്യുന്നു. 14 വയസ്സ് മാത്രം തോന്നിക്കുന്ന ഒരു സുന്ദരനായ യുവാവായിരുന്നു ബാബറി. ബാബറിക്ക് പുറമെ മറ്റനേകം സുന്ദരന്മാരായ ചെറുപ്പക്കാർ ബാബറുടെ അന്തഃപുരത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും ബാബറിയായിരുന്നു ബാബറിന്റെ പ്രിയ തോഴനും സന്തത സഹചാരിയും. തനിക്ക് ബാബറിയുമായും മറ്റു സുന്ദരന്മാരുമായുള്ള ബന്ധത്തെപ്പറ്റി ഒരു സങ്കോചവും കൂടാതെ ബാബർ തന്റെ ആത്മകഥയായ ബാബർനാമയിൽ വർണ്ണിക്കുന്നുണ്ട്. റോസ് ചുണ്ടുകളുള്ള ബാബറി എന്ന യുവാവിനോടുള്ള ബാബറിന്റെ അഭിനിവേശവും ലൈംഗിക താല്പര്യവും മൂർച്ഛിച്ചപ്പോൾ ബാബറിയോടുള്ള സ്വവർഗ പ്രണയത്തിന്റെ പ്രതീകമായി ബാബറി മസ്ജിദ് പണിഞ്ഞുവത്രേ. അവനെ കണ്ടതും താൻ വല്ലാതെ അസ്വസ്ഥനായെന്നും തനിക്ക് പ്രണയവും സ്നേഹവും തോന്നിയെന്നും ബാബർ തന്റെ സ്വകാര്യ കുറിപ്പുകളിൽ കുറിച്ചിട്ടിട്ടുണ്ട്. ഈ സംഭവത്തെക്കുറിച്ച് ബാബർ ഒരു ദിവാക്യം എഴുതി: എല്ലാവരുടെയും കണ്ണുകൾ എന്നിലും, എൻ്റെ കണ്ണുകൾ നിന്നിലുമാണ്. തന്റെ സ്വവർഗ ലൈംഗികതയെക്കുറിച്ചും ഭാര്യയോടുള്ള നിസ്സംഗതയും ബാബറുടെ ആത്മകഥയിലെ 120-121 പേജുകളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ബംഗാൾ സുൽത്താനായ നസറുദ്ദീൻ ഷായെ തോൽപ്പിച്ച് 1528 തിരികെ ആഗ്രയിലേക്ക് വരുന്ന വഴിയിൽ വിശ്രമിക്കാനായി സരയൂ നദിയുടെ തീരത്തെത്തി. ജലക്രീഡ ചെയ്യാനായി നദിയുടെ വിസ്തൃതി കുറഞ്ഞ സ്ഥലമായ അയോധ്യ തിരഞ്ഞെടുക്കുന്നു. ബാബറും ബാബറിയും മദ്യം സേവിച്ച് ജലക്രീഡ നടത്താൻ സരയൂ നദീതീരത്ത് ഇറങ്ങി. അമിത ലഹരിയിലായിരുന്ന ബാബറി സരയൂ നദിയിലെ ഒഴുക്കിൽപ്പെട്ട് മരിക്കുന്നു. മദ്യലഹരിയിൽ ബാബറി തന്റെ കാമാവേശത്താൽ ബാബറിയെ നദിയിൽ മുക്കി ശ്വാസം മുട്ടിച്ചു കൊന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. ലഹരി കെട്ടടങ്ങിയപ്പോൾ ബാബറിയുടെ മരണത്തിൽ പശ്ചാത്തപിക്കുകയും തെറ്റിന് പ്രായശ്ചിത്തമായി അയോധ്യയിൽ തന്നെ ഒരു സ്മൃതി മണ്ഡപം പണിയാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിന് അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്ര സമുച്ചയത്തിന്റെ പകുതി ഭാഗം പൊളിച്ചു കളയുകയും പിന്നീട് തന്റെ അധികാരം ഉറപ്പിക്കാൻ ആരാധനാലയം പള്ളിയാക്കി മാറ്റിയെടുക്കുകയുമായിരുന്നു. ഇങ്ങനെ ബാബറി മസ്ജിദ് ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്.